ഹായ് സൂപ്പർ കൺമണിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസൻ കൺമണിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ ജ്യോത്സ്യൻ പറയുന്നുണ്ട് കൺമണിയുടെ വിവാഹം നേരത്തെ നടന്നു കഴിഞ്ഞു എന്ന്. ഇത് കേൾക്കുന്നതും ശ്രീനിവാസനാകെ വല്ലാതാവുന്നുണ്ട്. ചിലപ്പോ വരുണും കൺമണിയും തമ്മിലുള്ള ആ ഒരു പൊരുത്തം കാരണം കൊണ്ടായിരിക്കും ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വരുൺ കൺമണിയോട് വളരെ സന്തോഷപൂർവ്വം ആ വാർത്ത അറിയുകയാണ്, നമ്മുടെ വിവാഹ തീയതി നിശ്ചയിച്ചു എന്നുള്ള കാര്യം. വരുൺ വളരെ സന്തോഷത്തിൽ അത് പറയുമ്പോഴും കൺമണിക്ക് ഒട്ടും തന്നെ സന്തോഷമില്ലെന്ന് മാത്രമല്ല, കൺമണി ശരിക്കും മൂഡ് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണ് ശ്രീനി അങ്ങോട്ട് വന്നിട്ട് കൺമണിയോടും വരുണിനോടുമായിട്ട് ജ്യോത്സ്യൻ പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, നിങ്ങളുടെ പൊരുത്തത്തിന്റെ ഫലമായിട്ട് ഒരു കാര്യം കൂടെ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞു, നിന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു എന്ന്. ഇത് കേൾക്കുന്നതും കൺമണി ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട്. എന്തായാലും ശ്രീനിവാസനും വരുണും അത് ആ പറഞ്ഞത് വേറൊരു രീതിയിലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കൺമണിയെ അവർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. എങ്കിലും കൺമണി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും അസ്വസ്ഥയാകുന്നുണ്ട്. ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞത് നേരത്തെ തന്നെ നിനക്കൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ജാതകത്തിൽ അങ്ങനെ കാണിച്ചതെന്നാണ്. ഏതായാലും വരുണാണ് ആ പയ്യനെന്നാണല്ലോ ശ്രീനിവാസനും അതുപോലെ വരുണും ഒക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യം ഓർത്തിട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ് ഓഫീസിലെത്തുമ്പോഴത്തേക്കും ശരിക്കും സർപ്രൈസിംഗ് ആയിട്ട് ദേവ്ജി അവിടെ കാണുകയാണ്. ദേവ്ജി അവിടെ കാണുന്നതും കൃഷിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ദേവ്ജി വീണ്ടും വന്നത് കാണുമ്പോൾ മാനസയുടെ മുഖമാണെങ്കിലും വാടുകയും ചെയ്യുന്നു. എന്തായാലും ദേവ്ജി വന്ന ആ ഒരു സന്തോഷം കൃഷ് തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് ദേവ്ജിയോട്. എന്നാൽ കൃഷ് അങ്ങനെ പറയുമ്പോഴും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ദേവ്ജി വന്നതിന് പറയുമ്പോഴും. ദേവ്ജി കൃഷിനെ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ, കൃഷിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചില വിഷമതകൾ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവ്ജി പറയുന്നുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് മനസ്സിലില്ലല്ലോ എന്നിങ്ങനെ. അത് സത്യമായതുകൊണ്ട് തന്നെ കൃഷും ആകെ വല്ലാതാവുന്നു.